വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ US ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെയിൽ നിന്ന് നോക്കിയാൽ ഒരു സപ്പോർട്ട് ഏരിയ കാണാം. ആ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് സ്ട്രോങ് ആയിട്ട് കയറിപ്പോയിരിക്കുന്നത്. അതിന്റെ തൊട്ട് മുകളിൽ മറ്റൊരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട്. ആ ഒരു ഏരിയയിൽ നിന്നാണ് ഇന്നലെയും ഇന്നും മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അതിന്റെ തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതൊരു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വ്യക്തമാവും. അതിന്റെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അത് നോക്കിയാൽ കാണാം ഇവിടെ മാർക്കറ്റ് പലതവണ വന്ന് റസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റീടെസ്റ്റിന് വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നതാണ്. അപ്പൊ അതിനെയും റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് ഗോൾഡിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നത് ഇന്ത്യൻ സമയം 7 മണിക്കാണ്. 2 ന്യൂസുകളാണ് വരുന്നത്. ഒന്ന് കോർ റീറ്റെയിൽ സെയിൽസ് മന്ത്ലിയും വരുന്നുണ്ട്, അതുപോലെ റീറ്റെയിൽ സെയിൽസ് മന്ത്ലിയും വരുന്നുണ്ട്. കോർ റീറ്റെയിൽ സെയിൽസിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് 0.1% ആയിരുന്നു. ഫോർകാസ്റ്റ് വരുന്നത് 0.4% ആണ്. അതിന്റെ യൂഷ്വൽ എഫക്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി ആണ് യൂഷ്വൽ ഇഫക്റ്റ് വരുന്നത്. ഇനി നമുക്ക് റീറ്റെയിൽ സെയിൽസ് മന്ത്ലി നോക്കാം. അതിന്റെ പ്രീവിയസ് വരുന്നത് 0.4%, ഫോർകാസ്റ്റ് വരുന്നത് 0.6% ആണ്. അതിന്റെയും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫോർകാസ്റ്റിന് കഴിഞ്ഞ പ്രീവിയസിനേക്കാൾ തൊട്ട് മുകളിലോ അല്ലെങ്കിൽ കുറച്ച് നല്ല ഫിഗർ കിട്ടുകയാണെങ്കിൽ കറൻസി സ്ട്രോങ് ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും. ഈ ഒരു ഫോർകാസ്റ്റ് പ്രകാരം കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഫോർകാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. എങ്കിലും ന്യൂസ് വന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, ഇത് അത്രയും വലിയൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ന്യൂസ് അല്ല. ആക്ച്വലി ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ മൂവ്മെന്റ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. എങ്കിലും ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ ഒന്ന് സൂക്ഷിച്ചു കണ്ടു ട്രേഡ് എടുക്കുക. ഒരുപക്ഷെ രണ്ട് സൈഡിലേക്ക് ഒരു ക്യാൻഡിൽ മൂവ്മെന്റ് ഒക്കെ തന്ന് സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങിന് സാധ്യതയുണ്ട്. ഇപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ അത് ഓർമ്മയിൽ വെക്കുക. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിൽ 4 അവറിലേക്ക് വരുന്ന സമയത്ത് ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. പ്ലസ് ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഒരു നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ലക്ഷ്യം വെക്കുന്ന, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു മിനിമം ഒരു ടാർഗറ്റ് വെക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആയിരിക്കും. നോക്കിയാൽ കാണാം ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ബ്രേക്ക്ഔട്ട് തന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി 4 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു നല്ല ഇംബാലൻസ് കാണുന്നുണ്ട്, അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഓർമ്മയിലിരിക്കുന്നത് നന്നായിരിക്കും. ഇത് ഓൾറെഡി വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തതാണ്, എങ്കിലും ഒന്ന് ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും. അതിന്റെ മുകളിൽ ഒരു ഇംബാലൻസും കൂടി ഉണ്ട്, അതും റെസിസ്റ്റൻസിന്റെ ഉള്ളിലാണ്. വൺ ഡേ ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസിന്റെ ഉള്ളിലാണ്, അതും മാർക്ക് ചെയ്ത് വെക്കുക. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഏരിയാസ് എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ ആണ്. ഇത്രയാണ് 4 അവറിൽ ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. നേരത്തെ വരച്ചിരിക്കുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്ന് മാർക്കറ്റ് പ്ലേ നടത്തിയിട്ടുണ്ട്. ആ ഒരു ഏരിയയാണ് വീണ്ടും അപ്രോച്ച് ചെയ്യാൻ സാധ്യത. അപ്പൊ ഇതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് എല്ലാം ഉണ്ട്, അതൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം നമുക്ക്. ജസ്റ്റ് ഒന്ന് അതിന്റെ അടുത്ത് വന്നിട്ട് മുകളിലോട്ട് പോയിട്ടുള്ളൂ, ബാലൻസിലേക്ക് വന്ന് അത് മുകളിലോട്ട് പോയിട്ടുള്ളൂ. എനിവേ 1 അവറിൽ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് കാണുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ. 50 മിനിറ്റ്സിന്റെ ഒരു MSS അല്ലെങ്കിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏരിയനെ ഇപ്പൊ റീടെസ്റ്റും തന്നിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ഓൾറെഡി ഇറങ്ങി റീടെസ്റ്റ് തന്നിട്ടുണ്ട്, ഒരുപക്ഷെ ഒന്നും കൂടി ഇറങ്ങുകയാണ്. അതായത് ഈ ഒരു ക്യാൻഡിലിന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്നൊരു ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു ബൈ എടുക്കാവുന്നതാണ്. ബൈ എടുക്കുക. സ്റ്റോപ്പ് ലോസ് ഒക്കെ ഏറെക്കുറെ ഇതിന്റെ താഴെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ബൈ എടുക്കാം. ടാർഗറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ ഏരിയയിലേക്കാണ്. അതൊന്ന് നോക്കുക. അത്യാവശ്യം മോശമില്ലാത്തൊരു ടാർഗറ്റ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്.
ഇന്ന് മാർക്കറ്റ് ഒന്ന് ബുള്ളിഷ് ആണ് കാണുന്നത് എങ്കിൽ പോലും ഫുൾ ടൈം ബുള്ളിഷ് ആവും എന്നുള്ള കാര്യം സംശയമുണ്ട്. ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നല്ലോണം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു ചാൻസ് ഉണ്ട്. ഇതിന് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എൻട്രി ചാൻസ് ഉണ്ട്. ഏറെക്കുറെ ഈ ഒരു ലൈനിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എൻട്രി ചാൻസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് ബൈ എൻട്രി ആണ്. ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ തൽക്കാലം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നോക്കുന്നില്ല. ഇനിയിപ്പോ ഒരു ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു സെൽ എൻട്രി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഷിഫ്റ്റ് ചെയ്ത് മുകളിലോട്ടാണ് പോകുന്നത്. നോക്കിയാൽ കാണാം, അതായത് പ്രൈസ് അപ് ട്രെൻഡിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വല്ലാണ്ട് ഒരു ടാർഗറ്റ് ഒന്നും ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയില്ല. ഒരു ചെറിയ ടാർഗറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് അപ് ട്രെൻഡിലേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ട്രെൻഡിന് അഗേൻസ്റ്റ് ഉള്ള ട്രേഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് നോക്കുക. ഇനി മറ്റൊരു സെൽ എൻട്രി ചാൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇംബാലൻസ് ഇവിടെ നേരത്തെ വരച്ചിരിക്കുന്ന 1 അവറിന്റെ ഇംബാലൻസും ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ താഴോട്ടേക്ക് ഒരു സെൽ എൻട്രി ചാൻസ് ഉണ്ട്. അത് അത്യാവശ്യം ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ 2630 അടുത്ത്, അതായത് 2630 അടുത്തേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ അത് നമുക്കൊരു കൺഫർമേഷനോട് കൂടിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള അനാലിസിസ് കാണുന്ന എല്ലാവരും കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക, പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നോക്കി വെക്കുക. ഇനി നമുക്ക് ഓയിലിലേക്ക് പോവാം. ഓയിലിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം, താഴത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്ത് താഴോട്ടേക്ക് വന്ന ഏരിയനെയും റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. മാത്രമല്ല 2 ദിവസത്തെ മുന്നത്തെ ക്യാൻഡലിലെ ഹൈനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും ഇന്ന് കാണുന്നുണ്ട്. ഇന്നലെയായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ഇന്നലെ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ടും ബ്രേക്ക് ചെയ്യുന്നതാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ബ്രേക്കിംഗ് നടന്നില്ല, സപ്പോർട്ട് എടുക്കാൻ വേണ്ടി മാത്രമേ വന്നുള്ളൂ. എനിവേ ഇന്നത്തെ ദിവസം അത് സംഭവിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് 4 അവർ ചാർട്ടിലോട്ട് പോയിട്ട് കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടാം. 4 അവർ ചാർട്ടിൽ വരുന്ന സമയത്ത് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത്. നോക്കിയാൽ കാണാം, ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത ഒരു ഏരിയയാണ്. ആ ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ അതിനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റൊരു സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം മോശമില്ലാത്ത സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതിനെയും ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. മുകളിലോട്ട് വരുന്ന സമയത്ത് പിന്നെ നോക്കുന്നത് കാര്യമായ റെസിസ്റ്റൻസുകളൊന്നുമില്ല, ഒരുപക്ഷെ ബ്രേക്ക് ചെയ്യാനുള്ള റെസിസ്റ്റൻസുകൾ തന്നെയാണ്. അപ്പോ ഒരു ഹൈ എന്ന് പറയുന്നത് ഈ ഒരു സ്വിങ്ങിന്റെ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അപ്പൊ അതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടുന്ന് ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാം റീട്രസ്റ്റിന്. അപ്പൊ ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 4 അവറിലുള്ളത്. താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് പിന്നെ 4 അവറിൽ ഇവിടെയൊക്കെ ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ ഡയൽ മാർക്ക് ചെയ്തുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. ഒന്ന് കൃത്യമായി നോക്കിയാൽ കാണാം, ഈ സപ്പോർട്ടിൽ വന്ന റീടെസ്റ്റ് 1, 2 2 തവണ എടുത്തിട്ട് 3ാമത്തെ തവണ അവിടേക്ക് എത്തുന്നതിനേക്കാൾ മുന്നേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ ക്യാൻഡിൽ കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി നമ്മുടെ ഒരു സ്ട്രാറ്റജി അവിടെ വർക്ക് ആവുന്നുണ്ട്. അതൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ചെറിയ ടൈം ഫ്രെയിമിൽ പോയി കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവും. പിന്നെ നോക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം, മാർക്കറ്റ് പ്രൈസ് ഷിഫ്റ്റ് ചെയ്താണ് പോകുന്നത്. അതായത് മാർക്കറ്റിന്റെ പ്രൈസ് ആക്ഷൻ അപ് ട്രെൻഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ 1 അവറിൽ ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് 1 അവറിന്റെ ഇതാണ്, ഈ ഒരു ഏരിയ ആണ്. അതും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ തൊട്ടുമുകളിലൊരു ഇംബാലൻസ് ഉണ്ട്. ഇംബാലൻസ് ഓൾറെഡി എടുത്തിട്ടുണ്ട് എങ്കിലും ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് കാണിക്കുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് ഒരു പക്ഷേ റീടെസ്റ്റ് വരികയാണെങ്കിൽ, അതായത് ഈ ഏരിയയിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ
നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി വെക്കുകയാണെങ്കിൽ, അതായത് ഇവിടെ നിന്നിട്ട് റീടെസ്റ്റിന് ബൈ ഓപ്പർച്യൂണിറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ടാർഗറ്റ് ഇവിടെയാണ്, സെക്കൻഡ് ടാർഗറ്റ് ഇതാണ്, തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്ന ഈ ലൈനാണ്. അപ്പൊ അത്യാവശ്യം മോശമില്ലാത്തൊരു ട്രേഡ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി 50 മിനിറ്റ്സിൽ ബൈ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റിന് വരണം, അല്ലാതെ ട്രേഡ് എടുക്കാൻ പാടില്ല. ഒന്ന് റീടെസ്റ്റിന് വരിക. അപ്പോൾ മിക്കവാറും ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ റീടെസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. നോക്കിയാൽ കാണാം, ഇതൊരു സപ്ലൈ ഏരിയ ആയിരുന്നു. ഒരു സപ്ലൈ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് അവിടെ നിന്ന് റീടെസ്റ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ റീടെസ്റ്റിലേക്ക് നമുക്കൊരു എൻട്രി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ക്യാൻഡിൽ ഒന്ന് മുകളിലോട്ട് പോയതിനു ശേഷം ഈ ഒരു ക്യാൻഡിലിന്റെ ലോയിനെ ബ്രേക്ക് ചെയ്ത് ഈ ഇംബാലൻസിലേക്ക് വരുന്ന സമയത്ത് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ബൈ എൻട്രിയുടെ സാധ്യതകൾ. ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ താഴോട്ട് വന്നതിന് ശേഷം ഒന്ന് റീടെസ്റ്റ് വരികയാണെങ്കിൽ സെൽ എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇംബാലൻസ് വരെയും അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു സപ്പോർട്ട് വരെയും ഏറെക്കുറെ ഒരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏകദേശം ഈ ഒരു ഏരിയയൊക്കെ വരെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് സെൽ എൻട്രി. അടുത്ത സെൽ എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ഈ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റിലൊക്കെ എത്തുന്ന സമയത്ത് ഒരുപക്ഷെ മാർക്കറ്റ് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു സെൽ എൻട്രി എടുക്കാം. അപ്പോഴും വലിയൊരു ടാർഗറ്റ് വെക്കാതെ എടുക്കുക. കാരണം ചെറിയ അടുത്തുള്ള തൊട്ട് സപ്പോർട്ടിലേക്ക് ടാർഗറ്റ് വെച്ചതിന് ശേഷം മാറി എക്സിറ്റ് ചെയ്യാം. ഇനിയും സെൽ എൻട്രിയുടെ സാധ്യത എന്ന് പറയുന്നത് വീണ്ടും ഉണ്ട്. ഇതിന്റെ മുകളിലോട്ട് പോയതിനു ശേഷം നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലോ അല്ലെങ്കിൽ റിജക്ഷൻ പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങും. ഇതും നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുന്നുള്ളത്. അപ്പൊ എനിവേ ട്രേഡ് എടുക്കുന്ന ആളുകൾ നോക്കുക, ഇവിടേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു ക്യാൻഡിലോട് കൂടി നല്ലൊരു ബ്രേക്കാണ് കിട്ടുന്നതെങ്കിൽ കുറച്ചുകൂടി ഹോൾഡ് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി ഹോൾഡ് ചെയ്ത് ഈ ഒരു ഹൈ വരെയൊക്കെ എത്താം. അതിന്റെ ഇടയിൽ എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ എന്നുള്ളതൊന്നും ശ്രദ്ധിക്കേണ്ടി വരും. ചെറിയ ടൈം ഫ്രെയിമിൽ പാറ്റേൺ ഒക്കെ ക്ലിയർ ആയിട്ട് പാറ്റേണോ മറ്റോ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ നിന്ന് റിജക്ഷൻ കിട്ടാം. ഇതിന്റെ ഹൈ നല്ലൊരു സ്ട്രോങ് ഹൈ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ ഒരു സപ്ലൈ നടന്ന ഹൈ ആണ്. അപ്പോൾ അങ്ങോട്ട് വെക്കേണ്ട, നേരത്തെ പറഞ്ഞ ടാർഗറ്റ് വെക്കാതെ ഇവിടേക്കൊക്കെ വെക്കാം. 71.360 വരെ നല്ലൊരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എനിവേ സൂക്ഷിച്ചു കണ്ടും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ അനാലിസിസ് ചെയ്ത് മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. പ്രൈസ് ആക്ഷന് പ്രയോറിറ്റി കൊടുക്കുക. ഓടിച്ചാടി കയറി ട്രേഡ് എടുക്കാതിരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡുമായിട്ട് ബന്ധപ്പെടാം. ട്രേഡുമായിട്ട് ബന്ധപ്പെടാനുള്ള വാട്സപ്പ് ചാനലിന്റെ ലിങ്കും അതുപോലെ തന്നെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അതിന്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നോക്കിയും കണ്ടും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക.